ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ചോദിച്ചോളൂ ചേച്ചി. ആരാ ഈ മേനോൻ? ആ സുമിത്ത് പിന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ വല്ലതും ചെയ്തായിരുന്നു? കുറച്ച് കോള് വന്നു, എടുക്കില്ലാന്ന് കണ്ടപ്പോ മെസ്സേജ് അയക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ ശല്യൊന്നുമില്ല. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വേറെ ഒന്നുമില്ല. അല്ല, അഞ്ജനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങള് അമ്മയുടെ തറവാട്ടിലാ താമസിക്കുന്നത്. ഇവിടെ ഞാനും അമ്മയും മുത്തശ്ശിയും പിന്നെ അമ്മാവന്റെ ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പോ അത്യാവശ്യം ആളും ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും. ബോറടിയൊന്നും ഉണ്ടാവില്ലല്ലേ? ആ, കുഴപ്പമില്ല. പിന്നെ വേറെന്താ? പിന്നെ അഖിലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അച്ഛനും പിന്നെ ഒരു ചേച്ചിയും. ചേച്ചിയുടെ കുട്ടിയുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ്? ചേച്ചി സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ് ആയിട്ടില്ല. സോറി. അതിനെന്തിനാ സോറി? ചേച്ചിയുടെ കാര്യത്തിൽ ഇയാൾക്ക് വിഷമം ഉണ്ടാവില്ലേ? ഞാൻ വെറുതെ അതൊക്കെ ചോദിക്കുകയും ചെയ്തു, അതുകൊണ്ട് പറഞ്ഞതാ. ഹേയ്, അതൊന്നും സാരമില്ല. ഓക്കെ. പിന്നെ നാളെ ഒരു പ്രൈഡ് ഫാമിലിയിൽ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണേ. ഷുവർ. എവിടെയാ ഇന്റർവ്യൂ? ടൗണിൽ തന്നെയാ. ഇന്റർവ്യൂ കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ വിളിക്കൂ, നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കട്ടെ, വിളിക്കാം. ശരി. ശരി. ഹലോ. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഒറ്റുകാരനുണ്ട്. അവനാ പോലീസിന് വിവരങ്ങളെല്ലാം കൊടുക്കുന്നത്. ഞാൻ അവിടെ എത്തിയ എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ നിമിഷങ്ങൾ മതി. ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ കൂട്ടത്തിൽ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നലുകൾക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. മനുഷ്യന്റെ ചിന്തകളും പ്രവർത്തികളും നമ്മുടെയൊക്കെ തോന്നലുകൾക്കും അപ്പുറമാണ്. കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ഒരേ ഒരു ശിക്ഷയെ എന്റെ നിഘണ്ടുവിലുള്ളൂ, അത് മരണമാണ്. പിന്നെ ഞാൻ നാട്ടിലേക്ക് വരികയെ. നീ നാളെ എയർപോർട്ടിനടുത്തുള്ള നമ്മുടെ ഓഫീസിലെത്തണം. ഹലോ ഹലോ. കട്ടായി. പൃഥ്വി ഒന്ന് നിന്നേ. എന്താ ചേച്ചി? എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ചോദിച്ചോളൂ ചേച്ചി. ആരാ ഈ മേനോൻ? നിനക്ക് അയാളുമായിട്ട് എന്താ ബന്ധം? മേനോനോ? അതാരാ ചേച്ചി? ചേച്ചി എന്തൊക്കെ ചോദിക്കുന്നത്? നിനക്ക് ഡ്രഗ് ഡീലേഴ്സുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്നും
അവര് നിന്നെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നൊക്കെയാ ഞാൻ അറിഞ്ഞത്. ഡ്രഗോ? ഡ്രഗ് ഡീലേഴ്സായിട്ട് എനിക്കെന്ത് ബന്ധം? ചേച്ചി, ഇതൊക്കെ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകളാ. എന്തിന്? പോലീസുകാർക്ക് നിന്നോടെന്തിനാ ശത്രുത? അതിന്റെ കാര്യം ചേച്ചിക്ക് അറിയില്ലേ? ചാനലിന്റെ ശത്രുക്കളാണ് എന്നെ വേട്ടയാടുന്നത്. ചാനലിൽ തെറ്റായ വാർത്ത വന്നതിന്റെ പേരില് ബലിയാടാകേണ്ടി വന്നത് ഞാനാ. അത് ചേച്ചിക്കും അറിയാലോ. ഇപ്പോൾ ചേച്ചിയുടെ ശത്രുക്കളെല്ലാം ചേർന്ന് എന്നെ ഒരു ഡ്രഗ് ഡീലർ ആക്കുവോ? എന്റെ ശത്രുക്കളോ? അതെ, ഞാൻ അറിയാത്ത ഓരോ കുറ്റങ്ങളും എന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. എല്ലാം അറിഞ്ഞിട്ടും എനിക്കൊപ്പം നിൽക്കേണ്ട ചേച്ചി ഇങ്ങനെ സംശയിച്ചു തുടങ്ങിയ പുറത്തുള്ള കാര്യം പിന്നെ പറയണോ? നീ ടെൻഷൻ ആവണ്ട, എനിക്ക് നിന്നെ വിശ്വാസാ. ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോ അത് നിന്നോട് ചോദിക്കേണ്ടത് എന്റെ കടമയല്ലേ പൃഥ്വി? അതുകൊണ്ട് ചോദിച്ചതാ. ചെയ്യാത്ത ഒരു കാര്യങ്ങളുടെ പേരിലും നീ ശിക്ഷിക്കപ്പെടില്ല. നീ പോകുന്ന റൂട്ട് കറക്റ്റ് ആണെങ്കിൽ നിനക്കൊപ്പം ഞാനുണ്ടാവും. അത് മതി ചേച്ചി, ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനായിട്ടൊരു ചീത്തപ്പേരുണ്ടാക്കില്ല ചേച്ചി. ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാം. പൂർണിമ ചേച്ചി നുണകൾ പറഞ്ഞ് നിനക്ക് പറ്റിക്കാൻ സാധിക്കും. പക്ഷെ നിയമത്തിന് മുന്നിൽ നിന്റെ എല്ലാ പോയി മുഖവും അഴിഞ്ഞു വീഴും. അതൊക്കെ പോട്ടെ പൃഥ്വി. ഞാനിപ്പോ ചോദിച്ചതൊക്കെ നീ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. നാളെ ഇവിടെ വെച്ചൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. ആ സമയം നീ ഇവിടെ ഉണ്ടാവണം. നാളെയോ? അതെ. എന്താ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഞാൻ നാട്ടിലേക്ക് വരികയെ. നീ നാളെ എയർപോർട്ടിനടുത്തുള്ള നമ്മുടെ ഓഫീസിലെത്തണം. പൃഥ്വി, ചോദിച്ചത് കേട്ടില്ലേ? ചേച്ചി, നാളെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും മാറ്റിവെക്കണം. നാളെ ചടങ്ങുകൾ നടക്കുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാ, അത് മറക്കരുത്. നമ്മുടെ കുടുംബത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ചടങ്ങായി ഈ വളയിടൽ ചടങ്ങ്. അതാ നമ്മൾ നാളെ നടത്താൻ പോകുന്നത്. ശരി ചേച്ചി, ഞാൻ ഉണ്ടാവും. അത് മതി.